അപ്പോഴത്തേ ഞങ്ങൾ മുകളിലോട്ട് പോവാണ്. ഇനി എങ്ങനെയാണ് യാത്ര എന്നറിയില്ല. അതിൻ്റെ മുകളിൽ കൂടിയൊക്കെ ആൾക്കാർ നടക്കുന്ന കാണാം. അതിൻ്റെ മുകളിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോഴത്തേ തൊട്ട് മുൻപിൽ ഒരു കാറ്റാടി കറങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. അതോടൊപ്പം തന്നെ സ്റ്റക്കായി നിൽക്കുന്ന കാറ്റാടിയും അപ്പുറത്ത് പകുതി അഴിച്ചിട്ടിരിക്കുന്ന കാറ്റാടിയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ചതുരംഗപ്പാറയുടെ ഏറ്റവും ടോപ്പിലോട്ട് പോവുകയാണ്. ബൈക്കിൽ ആരൊക്കെയോ കയറി വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കയറിപ്പോക്കോട്ടെ. നമുക്ക് മുകളിലോട്ട് പോവാം. അത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെയാണെന്ന് തോന്നുന്നു. എന്താണേലും നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ടൂറിസ്റ്റുകളാണോ എന്നും അറിയില്ല. നമ്മളപ്പോൾ ചതുരംഗപ്പാറയുടെ ഈ ചപ്പൊക്കെ വെട്ടിയിടുവാണെങ്കിൽ നല്ല വ്യൂ പോയിൻറ്റുകൾ ഇവിടുന്ന് കാണാൻ പറ്റും. പക്ഷേ നോക്കട്ടെ, കുഞ്ഞ് ആരെയോ തപ്പി പോവാണല്ലോ. എവിടെ പോവാ? വ്യൂ പോയിൻ്റ് കാണാമെന്ന് തോന്നുന്നു. അടിപൊളി. പക്ഷേ ഇതിലെങ്ങനെ പോകും എന്നുള്ളതാണ്. കാടാണ് മൊത്തം. ജീപ്പ് പോകും, പക്ഷെ നമ്മൾ പോയില്ല. ഇത് കണ്ടോ, ഇതിൻ്റെ ഇടയിലൂടെയൊക്കെയുള്ള കാഴ്ച വളരെ മനോഹരമാണ്. തമിഴ്നാടിൻ്റെ ഏരിയയാണ് കാണുന്നതല്ല. ഇതിൻ്റെ തൊട്ട് താഴെ തമിഴ്നാടാണ്. അപ്പോൾ ബോർഡർ വഴിയാണ് നമ്മൾ നടക്കുന്നത്. ഈ മല കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള കുത്തനെ മലകളാണ് തമിഴ്നാടിൻ്റെ ബോർഡറായിട്ട് വരുന്നത്. നമ്മൾ എവിടെ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. വ്യൂ പോയിൻറ്റിൽ നിന്ന് നോക്കിയാൽ കുത്തനെ താഴോട്ടാണ്. അവിടെ വലിയ അടിവാരത്ത് വമ്പൻ കൃഷികൾ നടക്കുന്ന കാണാം. പക്ഷെ നമ്മുടെ അടിവാരങ്ങൾ കണ്ടാൽ നാണം കെട്ട് തൊലി ഉരിഞ്ഞു പോകും. റബ്ബറ് മാത്രം, നാണ്യവിളകൾ, റബ്ബറ്, അങ്ങനത്തെ സാധനങ്ങൾ മാത്രം. ബാക്കിയെല്ലാം അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കണം. സ്ഥലമുള്ളവൻ കൃഷി ചെയ്യാതെ എന്തേരം സ്ഥലം ഇട്ടിരിക്കുന്നു. പാട്ടത്തിന് ചോദിച്ചാൽ പോലും കൊടുക്കുകയില്ല. അങ്ങനത്തെ ആളുകളുള്ള കേരളത്തിലാണ് തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി, തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വിഷം കുത്തിയ സാധനം കൊണ്ടുവന്ന് തിന്ന് ക്യാൻസർ രോഗികളായി മാറുന്നത്. അപ്പം നമ്മൾ നടക്കുകയാണ് മേളിലോട്ട്. ഞാനിത് എന്നെ കാണുന്ന ആൾക്കാരുടെ ഒരു അറിവിലേക്ക് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണാനാണ് നമ്മൾ മേളിലോട്ട് വന്നത്. അങ്ങനെ നമ്മൾ നടന്ന് പിന്നെയും നടന്ന് കറങ്ങി തിരിഞ്ഞ് വ്യൂ പോയിൻറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങകലെ വലിയ കുന്നുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതെല്ലാം ഓഫ് റോഡിങ്ങിന് ജീപ്പുകൾ കയറിപ്പോകുന്ന വഴികളാണ്. അങ്ങനെ നമ്മൾ ചതുരംഗപ്പാറയുടെ മുകളിലേക്ക് നടന്ന് കയറുകയാണ്. ഏറ്റവും മുകളിലൊരു കാറ്റാടി കറങ്ങുന്നുണ്ട്. ഈ കാറ്റാടി സ്റ്റക്കാണ്. അതിൻ്റെ കയറ്റാനുള്ള ക്രെയിന് കാര്യങ്ങളൊക്കെയാണ് താഴെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അടിപൊളി റോഡുകൾ മലയുടെ മുകളിലേക്ക് ചുറ്റി കയറിപ്പോവുകയാണ് നമ്മൾ. ഈ നടപ്പ് കഴിഞ്ഞ് താഴെ ചെന്നിട്ട് പിന്നെയും 2 കിലോമീറ്റർ നടന്നാലേ ഉള്ളൂ സൈക്കിൾ തള്ളുന്നിടത്ത് എത്താൻ പറ്റൂ. എന്നാലും നമ്മൾ ചതുരംഗപ്പാറ കണ്ടില്ല എന്നുള്ള ആ സങ്കടം തീർക്കാൻ വേണ്ടിയാണ് മുകളിലോട്ട് വന്നത്. ചതുരംഗപ്പാറയിൽ നിന്നുള്ള വ്യൂ വളരെ മനോഹരമാണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. തമിഴ്നാടിൻ്റെ മറ്റൊരു ഏരിയയാണ്. കമ്പം ഏരിയയുടെ മറ്റൊരു ഭാഗം നമ്മൾ കാണുന്നത്. പുൽമേടുകളാണ് മുൻപിൽ കാണുന്നത്. ആ റൂട്ടിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ആ റൂട്ട്, ആ ആൻറ്റീന കാണുന്ന റൂട്ടിൽ കൂടിയാണ് നമുക്ക് പോകേണ്ടത്. നമ്മളിങ്ങനെ കറങ്ങിത്തിരിഞ്ഞാണ് കയറി വന്നത്. ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് അനങ്ങിക്കൊണ്ടിരുന്ന ആ കാറ്റാടിയും കറക്റ്റായിട്ട് കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. കാറ്റില്ലായിരുന്നു, അതുകൊണ്ടാണ്. ഈ ഏരിയയിൽ കാറ്റ് കുറവാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നുന്നത് ഇത് സ്റ്റക്കായി നിൽക്കുന്നത്. അപ്പോഴത്തെ ചതുരംഗപ്പാറയിൽ നിന്നുള്ള മറ്റ് മലകളിലേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. താഴെ ഗ്രാമപ്രദേശങ്ങളാണ് തമിഴ്നാടിൻ്റെ.
അപ്പോൾ നമ്മൾ കുഞ്ഞേയായിട്ട് ചതുരംഗപ്പാറയുടെ മുകളിലേക്ക് നീങ്ങുകയാണ്. നടക്ക്. അവൾ ചെറുതായിട്ടൊക്കെ മടുത്തിട്ടുണ്ട്. ഇനിയുണ്ടടി 1 കിലോമീറ്റർ കൂടെ കയറാൻ. പതിയെ പോയാൽ മതി എന്ന് പറഞ്ഞാൽ കേൾക്കുകയില്ല. പായുകയാണ് പെണ്ണ്. ഉണ്ട് ജീപ്പുകാർ ഓഫ് റോഡിങ് അടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ്. നിൽക്കേ, ഇവിടെ നിന്നാൽ ഒരു നല്ല വ്യൂ കാണാം. അതിനുവേണ്ടി ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇത് കണ്ടോ? തമിഴ്നാടിൻ്റെ വ്യൂ ആണ് കാണുന്നത്. തമിഴ്നാടിൻ്റെ വ്യൂ ഉണ്ടോ? അവിടെ ഒരു ഗ്രാമം, അപ്പുറത്തൊരു ഗ്രാമം, ഇവിടെ ഒരു ഫാം ഹൗസ്. തെങ്ങും തോപ്പാണെന്ന് തോന്നുന്നു, തെങ്ങാണെന്ന് തോന്നുന്നു കൂടുതലും. തെങ്ങ്, വാഴ, അത് വെച്ചിരിക്കുന്ന ആ രീതി നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല. പിന്നെ പാടമുണ്ട്, ഉള്ളിപ്പാടമോ കടലപ്പാടമോ ഒക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ കാഴ്ചകളാണ് നമുക്ക് ഈ ചതുരംഗപ്പാറയിൽ നിന്ന് കാണാൻ പറ്റുന്നത്. നമ്മൾ ഏത് മലയുടെ മുകളിൽ കയറിയാലും ഈ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ രാമക്കൽമേട്ടിൽ ചെന്നപ്പോഴും ഇത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവിടെയൊക്കെ കാറ്റാടികൾ സ്റ്റോപ്പായി നിൽക്കുന്ന കാണാം. അവിടെ കാറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നിറയെ കാറ്റാടിപ്പാടങ്ങളാണ്. തമിഴ്നാട്ടിലുള്ള പ്രത്യേകത അതാണ്. ചെറിയൊരു ഏരിയ ആണെങ്കിലും അവർ 2 കാറ്റാടി വെച്ച് അവിടെ കറണ്ട് കൊടുക്കാനുള്ള ശ്രമം നടത്തും. അതാണ് അവരുടെ വിജയവും. അപ്പോഴത്തെ കാറ്റാടിയിൽ നിന്നുള്ള കറണ്ട് പോകുന്ന ലൈൻ കമ്പികളാണ് ഈ കാണുന്നത്. ട്രാൻസ്ഫോമറിൽ നിന്നൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ മുകളിലോട്ട് പോവുകയാണ്. നടക്ക്. വന്നപ്പോഴുള്ള മറ്റൊരു മുനമ്പിൽ നിന്നുള്ള വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. താഴെ കാറ്റാടി കറങ്ങുന്നു. താഴേന്ന് ഓഫ് റോഡ് ജീപ്പുകൾ കയറി വരുന്നുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ എവിടെ ഓഫ് റോഡ് ജീപ്പുകൾ താഴേന്ന് കയറി വരുന്നത് കാണാം. ഇവിടെ വരുമ്പം കല്ലടിക്കുമെന്നുള്ളതാണ് പേടി. അവരവിടെ നിന്ന് നിർത്തി. ഓഫ് റോഡ് അല്ലത്, അത് പ്രൈവറ്റ് വണ്ടിയാണ്. അപ്പോൾ കുഞ്ഞ് എൻ്റെ തണലത്ത് കിടന്ന് കാറ്റൊക്കെ അടിച്ച് കിടക്കുകയാണ്. ഹനുമാൻ ഗിയറൊക്കെ ഇട്ട് ഒരു ജീപ്പ് കയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ലൊരു ആംഗിളിലുള്ള ഏരിയയാണ്. അതുപോലെ തന്നെ അവിടെയൊക്കെ റിസോർട്ടൊക്കെ കാണാൻ പറ്റും. പാറമടയും റിസോർട്ടും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. അവിടെ താഴെ ഒരു പാറമട കാണാം. അപ്പോൾ ഇതാണ് ചതുരംഗപ്പാറയുടെ മുകളിൽ നിന്നുള്ള മറ്റൊരു വ്യൂ. ഇതാ ഒരു ഓഫ് റോഡ് ജീപ്പ് കയറി വരുന്നുണ്ട്. ആ സൈഡിലോട്ട് കാണുന്നത് മുഴുവൻ തമിഴ്നാടും ഈ സൈഡിലോട്ട് കാണുന്നത് മുഴുവൻ കേരളവുമാണ്. അപ്പോഴത്തെ ഒരു ഓഫ് റോഡ് ജീപ്പ് പിള്ളേർ കയറ്റിക്കൊണ്ട് വരുന്നുണ്ട്. KL7M വണ്ടിയാണ്. പതിയെ കയറി വരുന്നുണ്ട്. അപ്പോഴത്തെ മേളിൽ കാറ്റാടി കറങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. ജീപ്പ് കയറി പോകുന്നുണ്ട്. ഓഫ് റോഡേഴ്സിൻ്റെ ഒരു ഇഷ്ടപ്രദേശമാണ് ചതുരംഗപ്പാറ. നടക്കാം, ബാ ബാ. അപ്പം ഞങ്ങൾ മുകളിലോട്ട് പോവുകയാണ്. ബാ. ആയിട്ടൊക്കെ മടുത്തെങ്കിലും അവൾ കയറുകയാണ്. കുഞ്ഞ് നല്ല ഓഫ് റോഡാണ് കേട്ടോ. എടുക്കണം എടുക്കാം. നമുക്ക് അങ്ങോട്ടേ നടന്ന് കയറണം. കണ്ടോ? ആ ഏരിയയിലോട്ട് നടന്ന് കയറണം. അപ്പോൾ നമുക്ക് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവാം. കുഞ്ഞിപ്പെണ്ണിനെ എടുത്തു. ഇനി ഞങ്ങൾ മേളിലോട്ട് പോവുകയാണ്. കുഞ്ഞിപ്പെണ്ണിനെ നമ്മൾ എടുത്തു പിടിച്ചേക്കാണോ? ആണോ? അച്ഛയുടെ കയ്യിൽ ഇങ്ങനെ കിടക്കുകയാണ്. അയ്യോ, തോളെ കയറി കിടന്നു. തോളെ കയറി കിടക്ക്. തോളെ കയറി കിടക്കാൻ പറ്റുന്നില്ലേ? അപ്പോൾ നമുക്ക് മേളിലോട്ട് പോവാം. അയ്യോ, തോളെ കയറി കിടക്കാ. ക്യാമറ ഇവിടെ ഇരിക്കട്ടെ. ഇങ്ങനെ തോളയിലെടുക്കട്ടെ. തോളെ കയറി കിടന്നോട്ടോ. നമുക്ക് മേളിലോട്ട് പോവാം. അപ്പോഴത്തേ ഞങ്ങൾ മേളിലോട്ട് പോവുകയാണ്.
ഇതാണ് നമുക്ക് കയറേണ്ട മല. പതിയെ കയറി പോവാണ്. ബൈക്കേഴ്സൊക്കെ മേളിലുണ്ട്. ഒരു പയ്യൻ ഇറങ്ങി വരുന്നുണ്ട്. അവനും എന്നെപ്പോലെയുള്ള ഒരു ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ഞാൻ കുഞ്ഞിയായിട്ടാണ് പോകുന്നത്. കുഞ്ഞിപ്പെണ്ണും കതച്ച് ഞാനും കതച്ച്. അപ്പം ഞങ്ങൾ രണ്ടും കതച്ച് കയറി പോവാണ്. കുഞ്ഞിയും കതച്ചോ, ഞാനും കതച്ച്. അപ്പം നമ്മൾ നടന്ന് മേളിലോട്ട് എത്തുകയാണ്. അപ്പം നമ്മൾ മേളിലെത്തിയോ കുഞ്ഞി? മേളിലെത്തിയില്ല, ഇനിയുണ്ട് 1 കിലോമീറ്റർ കൂടെ. ഒറ്റയ്ക്കാണോ? ഞാനൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ശരി. കണ്ടിട്ട് പോകാം. കാശ്മീർ വരാൻ പോയിട്ടുണ്ടോ? പോകുന്ന വഴിയാ. അപ്പോൾ ഇപ്പോൾ എവിടുന്നാ തുടങ്ങിയത്? കോട്ടയത്ത് കോട്ടയത്ത് അതിരമ്പുഴ, ഏറ്റവും അതിരമ്പുഴ. അപ്പോൾ ഇതിൽ ഇനി മൂന്നാർ കയറി താഴോട്ടിറങ്ങി എറണാകുളം, അങ്ങനെ വടക്കോട്ട് ഇങ്ങനെ പോകാൻ. എത്ര ദിവസം കൊണ്ടാണ് പ്ലാൻ ചെയ്യുന്നത്? 2 വർഷം. 2 വർഷം അല്ലേ? അപ്പോൾ എല്ലാം കണ്ട് പതിയെ ഉള്ളു പോകുന്നത്. പിന്നെ അടുത്തോ? വെച്ച കഥയ്ക്ക് കുഞ്ഞി രണ്ടുപേരും കൂടെ പോകാമെന്നാ. പേരെങ്ങനെയായിരുന്നു? ജോപ്പൻ. ഓക്കെ. ശരി. ശരി. പേരെന്നാ പറഞ്ഞില്ല? പേര് അമൽ. അമൽ. എവിടെയാ വീട്? വീട് പാലക്കാട് തന്നെ. ശരി. എന്നാ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ മേളിലോട്ട് പോവാണ്. നമ്മൾ മേളിലോട്ട് പോകുമ്പം നമുക്ക് ഇവിടുന്ന് ഒരു വ്യൂ കാണാം. കുഞ്ഞിപ്പെണ്ണ, ഇവിടുന്ന് ഒരു വ്യൂ കാണണ്ടേ? ഇത് കണ്ടോ കുഞ്ഞി? നോക്കിയേ, അങ്ങോട്ട് നോക്കിയേ. ഇത് കണ്ടോ? താഴെ വിശാലമായ തമിഴ്നാടിനെ കണ്ടോ നീ? താഴെ ഇറങ്ങിക്ക്. ഡബിൾ ടീം കണ്ടോ? ഓഫ് റോഡേഴ്സൊക്കെ താഴോട്ട് ബൈക്കിൽ പതിയെ ഇറങ്ങി പോവുകയാണ്. ഇതാണ് നമ്മൾ മേളിലോട്ട് കയറി വരുമ്പോഴുള്ള ഒരു കാഴ്ച. അങ്ങനെ ചതുരംഗപ്പാറയുടെ ഓരോ വ്യൂ പോയിൻറ്റും ഞാൻ എടുത്തെടുത്ത് കാണിക്കുകയാണ്. ഞാൻ വന്നത് ഈ കാണുന്ന ലാസ്റ്റ് കാറ്റാടിയുടെ അടിയിൽ നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നത്. പക്ഷേ അവിടം വരെ എത്താൻ വേണ്ടി ഈ കാട് മുഴുവൻ കയറി അങ്ങേ സൈഡിൽ നിന്നാണ് കയറി വന്നത്. അപ്പോൾ അങ്ങനെ കറങ്ങി ആ കാറ്റാടിയുടെ അറ്റത്ത് കാണുന്ന ആ സ്ഥലം നിങ്ങൾക്ക് കാണാമല്ലോ, കുറേ വീടുകളൊക്കെ ഇരിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മളിങ്ങനെ താഴോട്ടിറങ്ങി കറങ്ങി ആ കാറ്റാടിയുടെ അടി വന്ന് ഇപ്പുറത്തെ വഴി കയറി ഇങ്ങനെ കയറി വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞങ്ങളൊന്ന് മുകളിലോട്ട് കയറുകയാണ്. കുഞ്ഞി വാ. കുഞ്ഞി പതിയെ എൻ്റെ പുറകെ പോരുന്നുണ്ട്. ഇപ്പോഴാണ് അവൾ പതിയെ വരാൻ തുടങ്ങിയത്. ബെൽറ്റ് കുടുങ്ങിയോ? ഓടരുത്, നടക്കാൻ പറ്റുവാണെങ്കിൽ നടക്ക്, അല്ലെങ്കിൽ ഞാൻ എടുക്കാം. അങ്ങനെ പതിയെ നടന്നാൽ മതി. കുഞ്ഞ് പതിയെ നടക്കുന്നുണ്ട്, കണ്ടോ? അനങ്ങിയ പോലെ നടന്നു പോകുന്നത്. ഓട്ടം തുടങ്ങി. ഒന്നുമില്ലടി. ആ ഭാഗത്തു നിന്നാണ് നമ്മൾ കയറി വന്നത്. നമ്മൾ ഇറങ്ങി പോകണം. ഞാനും വെബിനൂടെ പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 3-4 വർഷം മുമ്പ് മോനും ഞാനിവിടെ നമ്മുടെ ഇല്ലിക്കക്കല്ല് കയറാൻ പോയ ഒരു അനുഭവമാണ് ഇപ്പോൾ എനിക്കുള്ളത്. അതുപോലത്തെ ഒരു യാത്രയാണിതും. അതുപോലെ തന്നെ നടന്ന് വരണം. പക്ഷേ ഇല്ലിക്കക്കല്ലിൽ നമുക്ക് ഹെയർപിൻ വളവുകളെ ക്രോസ് ചെയ്ത് കയറിപ്പോമായിരുന്നു. പക്ഷേ ഇവിടെ അത് നടക്കുകയില്ല. ഇവിടെ നമ്മൾ വഴി കൂടെ തന്നെ വേണം കയറി വരാൻ. അല്ലെങ്കിൽ ഇതുപോലെ തിട്ടകളിലൂടെ കയറി വരാൻ പറ്റും. പുൽമേടുകളാണ്, വളരെ ചെറിയ പുല്ലുകൾ. ഈ ടൈപ്പ് പുല്ലാണ് ഈ പ്രദേശത്ത് മുഴുവൻ കാണുന്നത്. അപ്പോൾ ആ പുല്ലിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ചേര അണലി മൂർഖനൊന്നും കടിക്കാതെ ഞങ്ങൾ മേളിലോട്ട് കയറി പോവുകയാണ്. ഇപ്പോൾ പാമ്പുകളുടെ പ്രജനന സമയം ആയതുകൊണ്ട് ഇഷ്ടം പോലെ പാമ്പുകളെ വഴിയിലൊക്കെ നമുക്ക് കാണാമായിരുന്നു. ഇപ്പോൾ വെയിലായതുകൊണ്ട് കാണില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് മേളിലോട്ട് കയറി പോകുന്നത്. അപ്പോൾ താഴെ തമിഴ്നാട്, മേളിൽ കാറ്റാടി, ഇടയ്ക്ക് കേരളത്തിൽ ഞങ്ങൾ. അങ്ങനെ വീണ്ടും നമ്മൾ ചതുരംഗപ്പാറയുടെ ഏറ്റവും ഉച്ചിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇതാണ് കുഴപ്പം. ഉള്ള വാട്ട് വിട്ടുകൊണ്ട് മനുഷ്യനെ കൊണ്ടൊരു വീഡിയോ എടുപ്പിക്കുകയില്ല. ദാറ്റ് ഈസ് ദ പ്രോബ്ലം എവറിവെയർ ഇൻ ടൂറിസ്റ്റ് പ്ലേസ്. ഏരിയ കണ്ടോ? കുഞ്ഞിക്ക് പറ്റിയ ഏരിയ ആണോ? നമ്മൾ അവിടെ ചെല്ലണം.
വേണ്ട അത് കണ്ടോ, നേരെ കാണുന്നിടത്ത് ചെല്ലണം. ഒരു കാറ്റുമില്ല, ഒന്നുമില്ല. ഇത് നമ്മൾ കയറി വന്ന ആ സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. അല്ല, നമ്മൾ ആ വഴിക്കാണ് കയറി വന്നത്. മെയിൻ റോഡ് അവിടെയാണ്. അതൊരു ക്വാറിയാണ്. ക്വാറിയിൽ പണികൾ നടക്കുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു റിസോർട്ടുണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ചെന്നാലും ഷോർട്ട് ഫിലിംകാരെ കാണാം. നമ്മുടെ കട്ടപ്പയും ഷോർട്ട് ഫിലിമിലെ ഒരു താരമാണ്. നടക്ക് കുഞ്ഞി അങ്ങനെ ഓടിച്ചാടി വെള്ളം കണ്ടാൽ നിൽക്കും. ആ വെള്ളം കുടിക്കണ്ട, വേറെ വെള്ളം തരാം. നടന്നേ. കാണുന്നിടത്തുനിന്ന് എല്ലാം ചീഞ്ഞ വെള്ളം കുടിക്കുക. എന്നിട്ട് അസുഖം വരുമ്പോഴത്തേനും ഞാൻ പുറകെ നടന്നോണം അല്ലേ. നടക്ക്. ഞങ്ങൾ നേരെ പുൽമേട്ടിലോട്ട് കയറുകയാണ്. ശരി, കൂടെ ഇല്ലേ പോട്ടെ. കണ്ടോ കുഞ്ഞ് പോകുന്ന പോക്ക് കണ്ടോ? അതൊക്കെ അതുകൊണ്ട് വഴി അറിയാവുന്ന പോലെയാണ് പോകുന്നത്. നടക്ക്. നടന്നോ. ശരിക്കും ഊപ്പർ ജാവോ. കണ്ട നോക്ക് കണ്ട തമിഴ്നാട് കണ്ട. നോക്കാം കല്ലിൻ്റെ മുകളിലോട്ട് പോകാം. വാ, ഇതിലേ വാ. താഴെ ആ പാറ പോയി കിടക്കാം. വാ ഇവിടെ കിടക്കണോ? അവിടെ കിടന്നു. ഞാനിവിടെ അവിടെ നിന്ന്. അപ്പോഴത്തെ തമിഴ്നാടിൻ്റെ ഭാഗങ്ങളിൽ കൃഷി നടക്കുന്ന കൃഷി ചില സ്ഥലങ്ങളിലേ ഉള്ളൂ. അവിടെ ഒരു ചെറിയ തടാകം കാണാം. അപ്പോൾ ഇതാണ് ചതുരംഗപ്പാറയിൽ നിന്നുള്ള ഇങ്ങേ അറ്റത്തു നിന്നുള്ള കാഴ്ച. അവിടെ താഴെ ഒരു വലിയ വീടാണ് കേട്ടോ. ഭയങ്കര ഒരു വീടൊക്കെ കാണാം. അവിടെ ഒരു തടാകം കാണാം. അപ്പോൾ നല്ല അടിപൊളി കാഴ്ചകൾ. നല്ല തണുത്ത കാറ്റടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കാഴ്ചകൾ കാണാനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ മലയുടെ മുകളിലോട്ട് എത്തിയത്. അവിടെയൊക്കെ ആന ഇറങ്ങുന്ന കാടുകളാണെന്നാണ് തോന്നുന്നത്. കാരണം അങ്ങോട്ടൊന്നും യാത്ര ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. ജീപ്പ് റോഡോ ഒന്നും കാണുന്നില്ല. അപ്പോൾ പശ്ചിമഘട്ട മലനിരകളുടെ മറ്റൊരു ഭാഗത്ത് എത്തിയിരിക്കുകയാണ് നമ്മൾ. ഇനി അടുത്ത ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ്. കുഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണേ പോവാം. വാ പോര്. മടുത്തോ? മേളിൽ പോയിട്ട് വെള്ളം കുടിക്കാം. വാ. എന്നാൽ കതച്ച് തീരുന്നത് വരെ ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യാം. കുഞ്ഞ് കിടന്ന് ഉറങ്ങുന്നുണ്ടോ? മടുത്തെന്നുള്ള ലക്ഷണമാണ് കാണിക്കുന്നത്. സാധാരണ ഇങ്ങനെയല്ല. എല്ലാം തിന്നാൻ കൊടുത്താൽ തിന്നുകയില്ല. അത് തന്നെ പരുവം.